ഇന്ന് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കവിതയാണ് സൗത്ത് സഫീറിൽ ബുൽബുൽ എന്നത്. ഈ ഒരു കവിതയ്ക്ക് പിന്നിൽ ഒരു ചരിത്രം പറയാറുണ്ട്. അബ്ബാസി ഭരണകാലഘട്ടത്തിൽ അബൂ ജഅഫർ അൽ മൻസൂർ എന്ന് പറയുന്ന രാജാവ്, ആ രാജാവ് അവിടുന്ന് താൻ ഇതുവരെ കേൾക്കാത്ത ഒരു കവിത ആരാണോ പാടുന്നത് അദ്ദേഹത്തിന് ആ ഒരു കവിത ഏതിലാണോ എഴുതി വെച്ചത് അതിന്റെ ഭാരത്തിൽ സമ്മാനം നൽകുമെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ രാജസദസ്സിലേക്ക് ഓരോ കവികൾ കടന്നു വന്നു. പക്ഷെ ആ ഒരു രാജാവ് ഒരു കളി കളിക്കുന്നുണ്ടായിരുന്നു. അതായത് ഈ ഒരു രാജാവിന് ഏതൊരു കവിതയും ഒരു വട്ടം കേട്ടാൽ തന്നെ മനഃപ്പാടമാവും. അതുപോലെ രാജാവിന്റെ അടുത്ത് ഒരു അടിമയായ ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമുണ്ട്. ഈ ഒരു ആൺകുട്ടിക്ക് ഏതൊരു കവിതയും 2 വട്ടം കേട്ടാൽ മനഃപ്പാടമാവും. അതുപോലെ പെൺകുട്ടിക്കാണെങ്കിൽ ഏതൊരു കവിതയും 3 വട്ടം കേട്ടാൽ മനഃപ്പാടമാകുമായിരുന്നു. ഈ ഒരു അവസരത്തിൽ രാജാവ് ഏതൊരു കവി വരുമ്പോഴും അദ്ദേഹത്തിന്റെ കവിത പാടിക്കേൾപ്പിച്ച ഉടൻ അത് ഓൺ ദി സ്പോട്ട് മനഃപ്പാടമായിക്കൊണ്ട് അത് തിരിച്ചു പാടിക്കൊടുക്കും. എന്നിട്ട് ആ ഒരു കവിയോട് പറയും ഇത് താൻ മുന്നിൽ കേട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കവിയെ തിരിച്ചയക്കുന്ന സന്ദർഭമുണ്ടായി. അങ്ങനെ ഇരിക്കെ ഇതിനെക്കുറിച്ച് ആ നാട്ടിലെ ഫേമസ് പോയറ്റായിട്ടുള്ള അസ്മായി ഇതിനെക്കുറിച്ച് അറിയുകയും എന്നിട്ട് അദ്ദേഹം ഒരു അറാബിയുടെ വേഷം മാറി പോവുകയും ചെയ്തു. രാജാവിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് രാജാവ് ഇതുവരെ കേൾക്കാത്ത ഒരു കവിത ഞാൻ പാടിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് രാജാവിന് പാടിക്കൊടുക്കുന്ന ഒരു കവിതയാണ് സൗത്ത് സഫീറിൽ ബുൽബുൽ എന്ന് അറിയപ്പെടുന്ന ഈ ഒരു കവിത. ആവർത്തിച്ചു വരുന്ന പ്രയോഗങ്ങളും വാക്കുകളും എന്നാൽ താളഭംഗിയാർന്നതുമായ ഈ ഒരു കവിത കേട്ടപ്പോൾ രാജാവിന് ആകെ കൺഫ്യൂഷനായി. രാജാവിന് ഇത് മനഃപ്പാടമാക്കാൻ സാധിച്ചില്ലായിരുന്നു. താങ്കൾ ഇത് എന്തിലാണോ എഴുതി വെച്ചത് അത് തന്റെ മുമ്പിൽ ഹാജരാക്കണം, എന്നാൽ മാത്രമേ താങ്കൾക്ക് തന്റെ സമ്മാനം നൽകപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് അസ്മായി പറയുകയാണ്, ഞാനിത് എഴുതി വെച്ചത് എൻ്റെ പിതാവ് എനിക്ക് നൽകിയിട്ടുള്ള ഒരു മാർബിളിന്റെ കഷ്ണത്തിലാണ്. അത് താങ്കളുടെ 4ഓളം സൈനികർക്ക് മാത്രമേ അത് പൊക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് രാജസദസ്സിലെ ഒരു മന്ത്രി പറയുകയാണ്, രാജാവ് താങ്കൾ ഇതിന് സമ്മാനം കൊടുത്തു കഴിഞ്ഞാൽ താങ്കളുടെ ഖജനാവിലുള്ള മുഴുവൻ സമ്പാദ്യവും കഴിഞ്ഞു പോകും എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് അസ്മായി പറയുകയുണ്ടായി, എനിക്ക് നിങ്ങളുടെ സമ്മാനത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾ ഇതുവരെ ഇവിടെ വന്ന കവികൾക്കൊക്കെ അവരുടെ സമ്മാനം, അവർക്ക് അർഹതപ്പെട്ട സമ്മാനം നൽകിയാൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് അസ്മായി തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്.